സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പോളിംഗ് ശതമാനം 85 കടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചെങ്കിലും അത്ര എത്തിയില്ല. 2021 അപേക്ഷിച്ച് 2% വർധന. വോട്ടിംഗ് നില ഉയർന്നതിന് പല ഘടകങ്ങളിൽ ഒന്നു മാത്രമായാണ് SIR-നെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ കാണുന്നത്. ചില മണ്ഡലങ്ങളിലെ കനത്ത മത്സരം വോട്ടിംഗ് ശതമാനം ഉയരാൻ കാരണമായിട്ടുണ്ട്. 2021 അപേക്ഷിച്ച് വർധനയുണ്ടായത് ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒഴുക്കുണ്ടായിട്ടുണ്ടെന്ന സൂചന നൽകുന്നതായും അവർ പറയുന്നു. SIR-ിലൂടെ പട്ടികയിൽ നിന്ന് മരിച്ചവരെയും ഇരട്ട വോട്ടുള്ളവരെയും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവരെയുമൊക്കെ ഒഴിവാക്കിയുള്ള ശുദ്ധീകരണമാണ് നടന്നത്. അന്തിമ പട്ടികയിൽ പുതിയ വോട്ടർമാർ കൂടി എത്തിയതോടെ 2021 അപേക്ഷിച്ച് 3.06 ലക്ഷം വോട്ടർമാരുടെ കുറവാണ് ഇക്കുറി ഉണ്ടായത്. വ്യാഴാഴ്ച രാവിലെ ബൂത്തുകളിലേക്ക് വോട്ടർമാർ ഒഴുകിയെത്തിയതും ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് നില കുതിച്ചുയർന്നുകൊണ്ടിരുന്നതും തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ മിക്ക ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഒഴുക്ക് സാധാരണ നിലയിലായിരുന്നു. പോളിംഗ് ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ വോട്ടിംഗ് നില 16.23%-ലെത്തി. 11 മണിക്ക് ഇത് 33.28, 1 മണിയോടെ 49.7, 2ഓടെ 52.32 എന്നിങ്ങനെയായിരുന്നു ശതമാനം. കഴിഞ്ഞ തവണ കുറഞ്ഞ പോളിംഗ് 69.62 രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിൽ പോലും ഈ സമയമായപ്പോഴേക്കും 51.89%-ലെത്തിയിരുന്നു. ഈ നില തുടർന്നാൽ പോളിംഗ് ശതമാനം 90-ലെത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ 78.27% പോളിംഗാണ് രേഖപ്പെടുത്തിയത്.